നമസ്കാരം. ആയുർജീവനത്തിൽ നമ്മൾ മിക്കപ്പോഴും പറയാറുള്ളത് ആധുനിക ജീവിതശൈലി മൂലമുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അതുപോലെ തന്നെ ഒന്നാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം. പ്രധാന കാരണം ഈ സമയത്തുള്ള ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം തന്നെയാണ്. ആ സമയത്ത് കഴിക്കുന്നത്, ഇടവേളകൾ കൂട്ടി കഴിക്കുന്നത് അത് തന്നെയാണ്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു പോകുന്നതുമാണ്. നമ്മുടെ ഈ ജോലി തിരക്കൊണ്ട് നമ്മൾ എപ്പോഴും ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിക്കാറുണ്ട്. മിക്ക ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ആരോഗ്യപരമായി വളരെ കേടായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ ഉറക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, ഗ്യാപ്പിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ആ ദിവസത്തെ നമുക്ക് എനർജിക്ക് വളരെ ഡ്രോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഒരു ഫുഡും സ്കിപ്പ് ചെയ്യരുത്. ഈ മലബന്ധം കൊണ്ട് നമ്മൾ വിചാരിക്കും ഇതൊരു സാധാരണ അസുഖമാണ്, ശരിയാവുമെന്ന്. പക്ഷേ മലബന്ധത്തിന് ഭയങ്കര ലോങ് ടേം എഫക്ട്സ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം പോലും പറയുന്നത്. തിമിരം, വാദം പോലുള്ള അസുഖങ്ങൾ പോലും ഈ മാലിന്യങ്ങൾ ഇങ്ങനെ നീക്കപ്പെടാതെ ശരീരത്തിനുള്ളിൽ കിടക്കുന്നത് കൊണ്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് കാണുന്ന കോമൺ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വായ്നാറ്റം ഉണ്ടാവും ഈ മലബന്ധമുള്ളവർക്ക്. പിന്നെ ബ്ലോട്ടഡ് സ്റ്റൊമക്ക്, എപ്പോഴും ഇങ്ങനെ വയറ് വീർപ്പ്, നെഞ്ചരിച്ചിൽ, ഇങ്ങനെയൊക്കെ. പലപ്പോഴും ഗ്യാസ് കൊണ്ടാണ്, അസിഡിറ്റി കൊണ്ടാണ് നെഞ്ചരിക്കണമെന്ന് വിചാരിക്കുന്നത്. അതൊന്നും ആയിരിക്കില്ല. ഒരു 80% അത് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ എഫക്റ്റാണ്. മിക്ക ആൾക്കാർക്കും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം എസ്പെഷ്യലി സിറ്റീസിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കോൺസ്റ്റിപ്പേഷന് നമ്മൾ വീട്ടിനുള്ളിൽ ചെയ്യാൻ പറ്റണ ചില കൊച്ചു കൊച്ചു റെമഡീസൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് രാവിലെ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. അപ്പോൾ ആദ്യം ഇത് 1 ഗ്ലാസ് വെള്ളം. ഇത് ഇളം ചൂടുവെള്ളമാണ്. എപ്പോഴും രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ഇതൊരു 200 ml വെള്ളം ഉണ്ടാവും. അതിലേക്ക് ഒരു അര നാരങ്ങ, ഹാഫ് ലെമൺ പിഴിയുക. അര ടീസ്പൂൺ, ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ട് ലേശം എടുക്കുന്നുള്ളൂ ഞാൻ, അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതായത് ഈ വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പ് ഒരുപാട് കൂടുകയും ചെയ്യരുത്. ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങയും ഉപ്പുമിട്ട് ഈ ഡ്രിങ്ക് നമുക്ക് എല്ലാവർക്കും ഇത് കുടിക്കാൻ ഇഷ്ടം തന്നെയായിരിക്കും. ഇതൊന്ന് വെറും വയറ്റിൽ കുടിച്ച് പരീക്ഷിച്ച് നോക്കും. ഇനി നമുക്ക് രാത്രി കുടിക്കേണ്ട 2 ഡ്രിങ്കിൻ്റെ കാര്യം നോക്കാം, കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട്. അത് ഇളം ചൂടല്ല, സാധാരണ വെള്ളം. 1 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ഇംഗ്ലീഷിൽ ഇസക്ബോൾ എന്ന് പറയും, മലയാളത്തിൽ സ്നിഗ്ധ ജീരകം എന്ന് പറയും. അതാണ് ഇതിന് യൂസ് ചെയ്യണത്. ഈ കാണിക്കണ ഇതാണ് സ്നിഗ്ധ ജീരകം. ഇത് പൊടിച്ചതാണ്. ഇത് ആയുർവേദ ഔഷധശാലകളിൽ കിട്ടും, സ്നിഗ്ധ ജീരകത്തിൻ്റെ പൊടി. ഇത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ സ്നിഗ്ധ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഇത് ലേശം കയ്പുള്ളതാണ്. കോൺസ്റ്റിപ്പേഷൻ പോകാനായിട്ട് നമ്മൾ രാത്രി കുടിക്കുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ചത്. സ്നിഗ്ധ ജീരകപ്പൊടി, ഇസക്ബുൾ പൗഡർ ഇട്ട വെള്ളം, 1 ഗ്ലാസ് വെള്ളം. ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ രാത്രി കുടിക്കേണ്ട വേറൊരു ഡ്രിങ്കാണ് ഇനിയിപ്പം കാണിക്കുന്നത്. ഇത് 1 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. ചൂടുവെള്ളത്തിൽ, ഇത് ചൂടുവെള്ളമാണ്, ഒരു അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണിത്. ഇതൊരു അര ടീസ്പൂൺ എടുക്കുക. അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് നല്ലവണ്ണം ചേർത്തിട്ട് അവിടെ തന്നെ കുടിക്കാവുന്നതാണ്. പെരുംജീരകത്തിന് ചെറിയൊരു കമർപ്പുണ്ടാവും, കയ്പല്ല, ഒരു കമർപ്പുണ്ടാവും. എങ്കിലും ഇത് നല്ലൊരു ചികിത്സാ മുറയാണ്. ഇതും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതിലേതെങ്കിലും ഒരു ഡ്രിങ്ക് കുടിച്ചിരിക്കുക. കോൺസ്റ്റിപ്പേഷന് വേണ്ടി നമ്മൾ കുടിക്കേണ്ട പെരുംജീരക പൊടിയിട്ട വെള്ളം. അപ്പോൾ ഈ ഡ്രിങ്കുകളൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നല്ല എഫക്റ്റ് ഉണ്ട് ഇതിനൊക്കെ. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ യൂസ് കൂട്ടുക. ഫ്രൂട്ട്സിൻ്റെയും വെള്ളത്തിൻ്റെ ഉപയോഗം കൂട്ടുക കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനായിട്ട്. ഈ ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കിട്ടും. അത് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഡ്രൈ ഫ്രൂട്ട് വിഭാഗത്തിലാണ് അത് വരുന്നത്. അത് ഉണക്കിയ ശേഷമുള്ളത്, അതായാലും മതി. പിന്നെ ഈ കുട്ടികളിൽ ഈ കോൺസ്റ്റിപ്പേഷൻ വലിയൊരു
ബുദ്ധിമുട്ട് തന്നെയാണ്. മിക്ക കുട്ടികൾക്കും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടാവും. കുട്ടികൾക്ക് കൊടുക്കാൻ ഈ ഫിഗ് ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ്. അത്തിപ്പഴം കഴിപ്പിക്കുക. പിന്നെ രാത്രി ഓറഞ്ച് കഴിച്ചിട്ട് കിടക്കുക. ഓറഞ്ച്, പിന്നെ പപ്പായ, ഓറഞ്ച് പപ്പായ അങ്ങനത്തെ ഫ്രൂട്ട്സ്, ലാക്സേറ്റീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് രാത്രി കഴിച്ചിട്ട് കിടക്കുക. അതൊരു ശീലമാക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു അയവുണ്ടാവും.